ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 176-ാമത്തെ ദിവസം. ഈ നാരായണീയ മധുരം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 17-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ്. 8-ാമത്തെ ശ്ലോകം ആദ്യം ഇവിടെ ചൊല്ലും, അതിനുശേഷം അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി മനനം എന്നുള്ള രീതിയിൽ ആ ശ്ലോകം ചൊല്ലിയതിനു ശേഷം പിന്നീട് ഇതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കാം. ആദ്യം ശ്ലോകം പാരായണം ചെയ്യണം. താവദ്വിബോധവിമലം പ്രണുവന്തമേനമാഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവർത്തിഹീനം. താവൽ വിബോധവിമലം പ്രണുവന്തം ഏനം തദീയഭാവം അവഗമ്യ ത്വം ആഭാഷധാ ധ്രുവ ചിരം രാജ്യം സമനുഭൂയ ഭൂയ സർവോത്തരം വിനിവർത്തിഹീനം പദം ഭജസ്വ. താവൽ വിബോധ വിമലം. അപ്പോഴേക്കും
ഭഗവാൻ ധരേണ തഥാധരേണ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലേ. ധരം കൊണ്ട്, ശംഖ് കൊണ്ട് ആ ധ്രുവന്റെ കവിളിൽ ഒന്ന് തൊട്ടപ്പോ, തടവിയപ്പോ വിശിഷ്ടമായ ബോധം, വിബോധ വിമലം, മനോമാലിന്യം എല്ലാം തീർന്നു. ആ വിശിഷ്ടമായ ബോധവും ഉണ്ടായി, മനോമാലിന്യങ്ങളൊക്കെ തീർന്നു. അതുകൊണ്ട് വിബോധ വിമലം ആയി. പ്രണുവന്തം ഏനം, പ്രകർഷേണ വളരെ ഭംഗിയായി, ധാരാളമായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ പ്രകർഷേണ സ്തുതിക്കുന്നവൻ, പ്രണുവന്തം ഏനം, അങ്ങനെ സ്തുതിക്കുന്നവനായ ധ്രുവനോട് തദീയഭാവം അവഗമ്യ ത്വം, അവന്റെ ആ ധ്രുവന്റെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് ആഭാഷധ പറഞ്ഞു. എന്താ പറഞ്ഞത്? ധ്രുവ, അല്ലയോ ധ്രുവ, ചിരം രാജ്യം സമനുഭൂയ, വളരെ കാലം രാജ്യം ഭരിക്കൂ. ഭൂയ, പിന്നെ സർവോത്തരം വിനിവർത്തിഹീനം പദം ഭജസ്വ, എല്ലാ സ്ഥാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന സർവോത്തരം, സർവോത്തമം, ആ വിനിവർത്തിഹീനം, ആവർത്തിരഹിതമില്ലാത്ത, ജനനമരണങ്ങളില്ലാത്ത ആ സ്ഥാനത്തേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തൂ എന്നാണ്. അപ്പോൾ രാജ്യത്വത്തെ അനുഭവിക്കുക, രാജഭരണം, അത് കഴിഞ്ഞ് ധ്രുവ ആ വിനിവർത്തിഹീനമായ പദം, അത് ധ്രുവം, അത് തീർച്ചയായും ഉണ്ടാവും. അതിന് ഇതാ അനുഗ്രഹിക്കണു എന്ന് പറയുന്നു. ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി പാരായണം ചെയ്യാം. അതിനുശേഷം ഭാഷാഗാനം ശ്രീഹരിയം. താവദ്വിബോധവിമലം പ്രണുവന്തമേനമാഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. ശ്രീഹരിയം. നാരായണ 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 രാധാഗോവിന്ദ. ഭഗവാന്റെ സ്പർശത്താലെ ജ്ഞാനസിദ്ധി നേടി ധ്രുവൻ ഭംഗിയായി സ്തുതി മലർ അർച്ചന ചെയ്തു. രാജ്യം ചിരം ഭരിക്കുക, പിന്നെ ധ്രുവപദത്തെയും സ്വായത്തമാക്കിയിടുക നീ ചൊല്ലി ഭഗവാൻ. നാരായണ 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 രാധാഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.